എല്ലാവർക്കും നമസ്കാരം. ശ്രീ എമ്മിനെ അറിയാത്ത ആളുകൾ നമ്മുടെ കേരളത്തിൽ വിരളമായിരിക്കും. പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലയിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കുമിടയിൽ സുപരിചിതമായ പേരാണ് അദ്ദേഹത്തിൻ്റേത്. തൻ്റെ 19-ാം വയസ്സിലാണ് വീടും നാടും കുടുംബവുമെല്ലാം ഉപേക്ഷിച്ച് ശ്രീ എം തൻ്റെ ഗുരുവിനെ തേടി ഹിമാലയ സാനുക്കളിലേക്ക് യാത്ര തിരിച്ചത്. ഇന്ത്യയിലെ അവസാന ഗ്രാമമായ മാനാ ഗ്രാമത്തിലെ സരസ്വതി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് വ്യാസഗുഹയിൽ വെച്ചാണ് ശ്രീ എം ആദ്യമായി തൻ്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജിയെ കണ്ടുമുട്ടുന്നത്. പിന്നീട് ബാബാജിയിൽ നിന്ന് ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ച് വളരെ പുരാതനമായ ഒരു ഭാരതീയ ഋഷി പരമ്പരയായ നാദ സമ്പ്രദായത്തിൻ്റെ ഭാഗമായ അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹിമാലയത്തിൽ നിന്ന് മടങ്ങി ഇന്ന് സത്സംഗ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. തൻ്റെ ആത്മകഥയായ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ കൈലാസയാത്രയിൽ വെച്ച് ഭഗവാൻ പരമശിവനെയും യേശുക്രിസ്തുവിനെയും ഒരുമിച്ച് കാണാനിടയായ സന്ദർഭം ശ്രീ എം വിവരിക്കുന്നുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഏതാനും വർഷം മുമ്പ് ആത്മീയ യാത്രയുടെ ഭാഗമായി എൻ്റെ അടുത്ത കുറേ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ട് ബദ്രിനാഥ്, കേദാർനാഥ്, ഗോമുഖ്, ഋഷികേശ്, അജ്മീർ, ദക്ഷിണേശ്വർ, കന്യാകുമാരി, ബാലക്നാഥ്, ഗോരഖ്പൂർ, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നു. കൈലാസത്തിലേക്കും മാനസ സരോവരിലേക്കുമുള്ള യാത്രയായിരുന്നു ഏറ്റവും പ്രയാസകരം. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത യാത്ര വളരെ സുപ്രധാനമായിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല യാത്രകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കൈലാസ മാനസ സരോവര യാത്രയെന്ന് എൻ്റെ കൂടെയുണ്ടായിരുന്ന 50 പേരും ഒരേപോലെ അഭിപ്രായപ്പെട്ടു. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജിയോടൊപ്പം കൈലാസത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരുന്നുവെങ്കിലും എൻ്റെ അനാരോഗ്യം കാരണം ആ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അന്ന് ബാബാജി വർഷങ്ങൾക്ക് ശേഷം ഞാൻ അനേകം പേരോടൊപ്പം കൈലാസത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഒരു നല്ല സുഹൃത്താണ് കൈലാസ മാനസ സരോവർ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. സമുദ്രനിരപ്പിൽ നിന്നും 18,500 ഉയരമുള്ള ഡോൾമ ലാപാസ് കയറിയതിനു ശേഷം എല്ലാവരും രാത്രിയിൽ കൂടാരങ്ങളിൽ തങ്ങുകയായിരുന്നു. അത്രയും ഉയരമുള്ള സ്ഥലത്ത് ഓക്സിജൻ അപര്യാപ്തമായതിനാൽ ഞങ്ങളിൽ പലരും ശ്വാസമെടുക്കുവാൻ വേണ്ടി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാനസ സരോവർ കണ്ടപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ കണ്ടിട്ടുള്ള ഓർമ്മകൾ മനസ്സിൽ അലയടിച്ചു. സരസിന് വൈഡൂര്യത്തിൻ്റെ വർണ്ണമായിരുന്നു. ടിബറ്റിലൂടെ ഇന്ത്യയിലേക്കൊഴുകുന്ന ബ്രഹ്മപുത്ര നദിയുടെ സ്രോതസ്സാണ് മാനസ സരോവർ. ജലാശയത്തിലേക്ക് നോക്കി നിന്നപ്പോൾ എൻ്റെ നട്ടെല്ലിനുള്ളിലൂടെ ദിവ്യമായ ആനന്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. കഴിഞ്ഞ ജന്മത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ കൺമുമ്പിൽ എന്നെ ഒരു കൗപീനധാരിയായ യോഗിയുടെ രൂപത്തിൽ കണ്ടു. ആ കൗപീനധാരിയായ യോഗി മഞ്ഞുമൂടിയ ഗുർല മന്ദാത പർവ്വതനിരയിലെ ഒരു ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുന്നത് കണ്ടു. ദൂരെ വലതുഭാഗത്ത് ശിരസ്സുയർത്തി നിൽക്കുന്ന കൈലാസ പർവ്വതവും കണ്ടു. ഞാൻ മാനസ സരോവറിൽ ഒന്ന് മുങ്ങിയിട്ട് കയറാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നേരം ഞാൻ ഒരു യുവ സന്യാസിയെ കണ്ടു. ജട പിടിച്ച തലമുടിയോടുകൂടിയ കൗപീനധാരിയായ സന്യാസിയുടെ കയ്യിൽ നാദസമ്പ്രദായത്തിൻ്റെ സൂചകമായ തീക്കനൽ എടുക്കാനുള്ള കൊടിലുണ്ടായിരുന്നു. ഞാൻ കണ്ട സമയത്ത് സന്യാസി വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുകയായിരുന്നു. അതീവ സുന്ദരനായിരുന്നു യുവ സന്യാസി. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ പുഞ്ചിരി കളിയാടുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന എല്ലാവരുടെയും മുഖത്തേക്ക് ദൃഷ്ടി പായിച്ചു.
ആരുടെയും മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവരിൽ ആരും തന്നെ ആ യുവസന്യാസിയെ കണ്ടില്ല എന്നത് വ്യക്തമായിരുന്നു. എന്തിനോ വേണ്ടി എനിക്കു മാത്രം നൽകപ്പെട്ട ഒരു ദർശനമായിരുന്നു അത്. ഞാൻ അദ്ദേഹം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറുന്നതും കാത്തുനിന്നു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അത്യന്തം ആദരവോടെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജാലാന്തരപ്പയുടെയും ഗുരു ഗോരഖിൻ്റെയും ശിഷ്യനായ സിദ്ധിനാഥാണ്. ശ്രീ ഗുരു നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അലേഖ് നിരഞ്ജൻ. അദ്ദേഹം നടന്നകന്നു. ആരും ഒന്നും കേട്ടില്ല, ആരും ഒന്നും കണ്ടതുമില്ല. ഞാൻ നിലത്ത് കമിഴ്ന്നു കിടന്ന് വന്ദിച്ചു. എല്ലാവരും ധരിച്ചത് ഞാൻ മാനസ സരോവറിനെയും കൈലാസ പർവ്വതത്തെയും വന്ദിക്കുന്നുവെന്നായിരുന്നു. അതിനുശേഷം മാനസ സരോവറിൽ ഒരു പ്രാവശ്യം മുങ്ങിയിട്ട് കയറി. മറ്റുള്ളവരും അങ്ങനെ ചെയ്തു. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. എങ്കിലും ആ തണുപ്പ് ഊർജം തരുന്നതും പവിത്രീകരിക്കുന്നതുമായിരുന്നു. ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പേർ ചെറിയ കുതിരകളും പോർട്ടർമാരും എത്തുന്നതിനു വേണ്ടി കാത്തിരുന്നു. ഞാനും മറ്റു ചിലരും കാൽനടയായി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യമദ്വാറിൽ അരമണിക്കൂർ കാത്തിരുന്നു. ഞാൻ കൈലാസത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു ധ്യാനത്തിൽ മുഴുകി. ശിവൻ താണ്ഡവ നൃത്തം ചെയ്യുമ്പോൾ കൊട്ടുന്ന ഉടുക്കിൻ്റെ ശബ്ദം എൻ്റെ കാതുകൾക്കുള്ളിൽ കേട്ടു. കുറച്ചു കഴിഞ്ഞ് ഉടുക്കിൻ്റെ ശബ്ദത്തിൻ്റെ സ്ഥാനത്ത് ഭം 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 എന്ന ശബ്ദം എൻ്റെ ശിരസിനുള്ളിൽ മുഖരിതമായി. ഞാൻ എൻ്റെ ഉൾക്കണ്ണിലൂടെ കൂമ്പാരാകൃതിയിലുള്ള ചുഴലിക്കാറ്റ് എൻ്റെ നേർക്ക് അടുക്കുന്നത് കണ്ടു. അത് എന്നെ വിഴുങ്ങുമെന്ന് തോന്നി. ഉടനെ ഞാൻ നാദസമ്പ്രദായത്തിലെ ഗുരുക്കന്മാരുടെ അഭിവാദനം കേട്ടു. അലേഖ് നിരഞ്ജൻ. തൽക്ഷണം ചുഴലിക്കാറ്റ് അപ്രത്യക്ഷമായി. എങ്ങും നിശബ്ദത കളിയാടി. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ ശിവോഹം എന്നു പറഞ്ഞു എണീറ്റ് നടന്നു. യാത്രയിൽ ഉടനീളവും പിന്നീടും ശിവോഹം എന്ന ധ്വനി എന്നോടൊപ്പമുണ്ടായിരുന്നു. പിറ്റേന്നും കാൽനടയായുള്ള സഞ്ചാരം തുടർന്നു. ഡോൾമോല പാസിലൂടെ കുറുകെ കടന്ന് സമുദ്രനിരപ്പിൽ നിന്നും 18,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഞങ്ങളുടെ താവളത്തിൽ ഏകദേശം രാത്രി 8 മണിക്കെത്തി. എല്ലാവരും തന്നെ വളരെ ക്ഷീണിച്ചിരുന്നു. വായുവിൽ ഓക്സിജൻ വളരെ കുറവായിരുന്നു. എങ്കിലും അന്നേ ദിവസം സുഗമമല്ലാത്ത വഴികളിലൂടെ 22 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരുന്നു. കൂടാരത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഞാൻ സുഹൃത്തുക്കളോട് ഭക്ഷണത്തിന് ശേഷം എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ഞങ്ങളിൽ പലരുടെയും മൂക്കിൽ നിന്നും രക്തം സ്രവിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ മൂക്കിലെ രക്തം തുടച്ചു കളഞ്ഞു. മുഖം കഴുകിയതിന് ശേഷം കൂടാരത്തിലെ ഒരൊഴിഞ്ഞ കോണിൽ ധ്യാനിക്കാനായിരുന്നു. ഞാൻ ആജ്ഞാചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രക്തം ശിരസിലേക്ക് ആവാഹിച്ചു. എൻ്റെ നട്ടെല്ലിലൂടെ പ്രകാശരേഖ മുകളിലോട്ട് സഞ്ചരിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ശരീരം വിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ രജതവർണമായ തിളങ്ങുന്ന ഒരാവരണം എന്നെ പൊതിഞ്ഞിരുന്നു. സ്വയം പ്രകാശിക്കുന്ന തേജോമയനായ ഞാൻ പല തലങ്ങളിലൂടെയും അതിവേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ദിവ്യാത്മാക്കൾ വസിക്കുന്ന നല്ല തിളക്കമാർന്നതും നിർമ്മലവുമായ നീല വെളിച്ചമുള്ള ലോകത്തിലെത്തി. ഞാൻ എൻ്റെ മുന്നിൽ ഒരു സ്ഫടിക കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് പത്തി വിടർത്തി നിൽക്കുന്ന 2 നാഗങ്ങൾ എന്നെ കണ്ടയുടനെ പത്തി ചലിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം തന്നു. കൊട്ടാരത്തിനുള്ളിലെ വിശാലമായ മുറിയിൽ രക്തവർണ്ണത്തിലുള്ള ഒരു കട്ടിൽ കണ്ടു. അത് മഹാദേവിൻ്റേതായിരുന്നു. കട്ടിൽ ശൂന്യമായിരുന്നു. എന്നാൽ ശൂന്യമായ ഭാഗം സ്വയം പ്രകാശിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ വെട്ടിത്തിളങ്ങുമ്പോൾ അവിടെ ശിരസിൽ ചന്ദ്രക്കലയും കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന കരിനാഗവും ധവളശോഭയാർന്ന ശരീരവും നീല നിറമുള്ള പവിഴം പോലെ ശോഭിക്കുന്ന തൃക്കണ്ണുമുള്ള ശിവരൂപം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഭോലേനാഥ ശിവൻ്റെ സമീപത്ത് ഇരുവശങ്ങളിലും 5 പേർ ഉപവിഷ്ടരായിരുന്നു.
ഒരാൾ ബാബാജിയായിരുന്നു. ബൈബിളിൽ പ്രതിപാദിതനായ പ്രവാചകൻ്റെ രൂപമായിരുന്നു ഒരാൾക്ക്. അടുത്തത് കുടിൽ കൈവശമുള്ള ഒരു നാദയോഗി. താടി വളർത്തിയ വെളുത്ത തലപ്പാവ് ധരിച്ച മറ്റൊരാൾ. ശാന്തതയും കാരുണ്യവും പ്രതിഫലിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്യാദ്ര ദൃശ്യങ്ങളായിരുന്നു. മറ്റൊരാളിൻ്റെ ആകൃതി മംഗോളിയക്കാരുടേതായിരുന്നു. ജട പിടിച്ച തലമുടി കെട്ടിവച്ചിരുന്നു. ചുരുട്ടിവച്ച വലിയ മീശയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ചുവപ്പു നിറമുള്ള അഴഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. എല്ലാവരുടെയും ശരീരം എൻ്റേതുപോലെ സ്വയം പ്രകാശിച്ചു കൊണ്ടിരുന്നു. അന്തരീക്ഷമാകെ മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു. ഞാൻ അനേകം തവണ സാഷ്ടാംഗ പ്രണാമം ചെയ്തതിനു ശേഷം നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു. ബാബാജി നിശബ്ദതയെ ഭഞ്ജിച്ചു. മധു, നിനക്ക് കൈലാസത്തിലേക്ക് സ്വാഗതം. ഈ ഇരിക്കുന്നതാണ് മഹാനായ ജൂതഗുരുവായ യേശു. അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നത് ഗുരു ഗോരഖ്നാഥാണ്. സ്നേഹം തുളുമ്പുന്ന കണ്ണുകളുമായിരിക്കുന്നത് ഗുരു നാനാക് ദേവാണ്. മീശ വെച്ച ചുവന്ന കുപ്പായം ധരിച്ചയാൾ പത്മസംഭവൻ എന്നറിയപ്പെടുന്ന ഗുരു റിംപോച്ചെയാണ്. ഞങ്ങളെല്ലാവരും ശ്രീ ഗുരു ബാബാജിയുടെ ശിഷ്യന്മാരാണ്. ശൂന്യതയിൽ തിളങ്ങുന്നത് അദ്ദേഹം തന്നെയാണ് സിംഹാസനത്തിലിരിക്കുന്ന ആദിനാഥനും ശിവമഹാദേവനും. മഹാനായ പീർസായിനാഥനും ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന സംപൂജ്യനായ ഷേഖ് ഖ്വാജ മൊയിനുദ്ദീനും ചിസ്തിക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവർ നിന്നോടുള്ള സ്നേഹവും ആശീർവാദങ്ങളും അറിയിച്ചിട്ടുണ്ട്. അവരിൽ കൈലാസവാസിയായ ശങ്കര ഭഗവത്പാദരും ഉൾപ്പെടുന്നു. ഈ യോഗികൾ ആരും തന്നെ ഇന്ന് ഇവിടെ പ്രകടമാകാൻ ആഗ്രഹിക്കുന്നവരല്ല. ഞാൻ പറഞ്ഞു, ബാബാജി, എനിക്ക് ഇവിടെ പ്രവേശനം നൽകിയതിന് അങ്ങയോടും ശ്രീ ഗുരു ബാബയോടും നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും പോലെ ഞാനും ഇവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തിരികെ നാട്ടിലേക്ക് പോകണമെന്ന വിചാരമില്ല. ലോകം മുഴുവൻ കലിയുഗത്തിലെ ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ജോലികളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. അങ്ങ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടവർക്ക് അവരുടെ കാര്യം നോക്കാനുള്ള പ്രാപ്തിയുണ്ട്. അങ്ങ് അവരെ സഹായിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ബാബാജി പറഞ്ഞു, നീ മടങ്ങിപ്പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ആധ്യാത്മികമായും ഭൗതികമായും നിന്നെ ആശ്രയിക്കുന്നവർക്കും കൂട്ടുകാർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള വളർച്ച കിട്ടിയിട്ടില്ല. നീ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്ത ഭാര്യയ്ക്കും കുട്ടികൾക്കും നിന്നെ ആവശ്യമുണ്ട്. കുടുംബാംഗങ്ങളോടുള്ള ആധ്യാത്മികതവും ഭൗതികവുമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നീ ഇതുവരെയും മുക്തനായിട്ടില്ല. ഒന്നിനും ധൃതി പാടില്ല. കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കുക. മാത്രമല്ല, നിന്റെ ആധ്യാത്മികമായ ചുമതലകൾ ആരേറ്റെടുക്കുമെന്നും ആര് അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനമാകുന്നത് വരെയെങ്കിലും നീ നാട്ടിലുണ്ടായിരിക്കണം. നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ വരികയും എപ്പോൾ വേണമെങ്കിലും പോകുകയും ചെയ്യാം. അതുതന്നെയാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ശ്രീ ഗുരു ബാബയും ചിന്തിക്കുന്നത്. എപ്പോഴത്തെയും പോലെ നിനക്ക് സ്വന്തമായ തീരുമാനം എടുക്കാവുന്നതാണ്. ഞാൻ നമ്രശിരസ്കനായി നിശബ്ദനായി നിന്നു. ഗുരു റിംപോച്ചെ എന്നെ മധുബ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ ബോധിസത്വത്തിൻ്റെ പാത പിന്തുടരൂ. എല്ലാവരെയും നിർവ്വാണത്തിലേക്ക് നയിക്കാൻ ബോധിസത്വൻ വീണ്ടും വീണ്ടും ജനിക്കും. അജ്ഞാനിയാണ് സ്വന്തം മോക്ഷത്തെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്. ഓം വജ്രസത്വാഹും. മഹാനായ യേശു പറഞ്ഞു, അല്ലയോ മനുഷ്യപുത്ര, ഒരാത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി നിന്റെ ശരീരത്തെ കുരിശിലേറ്റാൻ തയ്യാറാകൂ. നാനക് ദേവ് പറഞ്ഞു, ദൈവം കൃപാലുവാണ്. നീ ദൈവത്തിൻ്റെ കൃപാപാത്രമാകൂ. സത്നാം ഹരിഹരി യാ റബ്ബ്. ശിവഗോരഖ് പറഞ്ഞു, ധൂനി പവിത്രമാണ്. അതെപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. അത് കെടാൻ ഇടവരുത്തരുത്. ധൂനി കത്തിക്കുന്ന ഉത്തരവാദിത്തം മറ്റൊരാൾ ഏറ്റെടുക്കുന്നത് വരെ ധൂനി കത്തിക്കണം. ധൂനി ശാശ്വതമായി കത്തിക്കൊണ്ടേയിരിക്കട്ടെ. അലേക് നിരഞ്ജൻ ഭം ഭോലെ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അനുസരണയുള്ള സേവകനാണ്. ഞാൻ ഇതുവരെയും ധരിച്ചിരുന്നത് വ്യക്തിയുടെ മോക്ഷം അയാളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുമെന്നായിരുന്നു.
ഇപ്പോൾ ഈ ചിന്ത മനസ്സിൽ നിന്നും വേരോടെ പിഴുതെറിയപ്പെട്ടു കഴിഞ്ഞു. ഈ ചിന്ത ധോനിയിലെ ജ്ഞാനാഗ്നിയിൽ ചാരമായി കഴിഞ്ഞു. ജയ് ഭോലേനാഥ്, ബം ഭോലെ, ജയ് ജഗന്നാഥ്, റബ്ബിൽ ആലമീൻ. ഞാൻ മടങ്ങിപ്പോകുന്നു. ശ്രീ ഗുരു എന്നെ അനുഗ്രഹിക്കൂ. ശൂന്യമായ സ്ഥലത്ത് ഉജ്ജ്വലമായ പ്രകാശം വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ഭാഗത്തു നിന്നും ശ്രീ ഗുരുബാബയുടെ മധുരമായ സ്വരം കേട്ടു. മധു, ശ്രീ മധു, ഞാൻ എല്ലായ്പ്പോഴും നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഉള്ളിലെ അഗ്നിയിലെ ഒരു സ്ഫുലിംഗമാണ് നീ. ശാന്തിയും ആനന്ദവും നിന്നോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോൾ ശ്രീ ഗുരുഭ്യോ നമഃ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് ഞാൻ കൂടാരത്തിനുള്ളിൽ പത്മാസനത്തിലിരിക്കുകയായിരുന്നു. ഞാൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലേക്ക് നോക്കി. സമയം രാത്രി 12 മണി അടിച്ച് 1 മിനിറ്റായിരുന്നു. ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായത് ഭൂമിയിലെ സമയപ്രകാരം 1 മിനിറ്റിനുള്ളിലായിരുന്നു.